നമസ്കാരം. NCTVയുടെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി. ചിലയിടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ നീണ്ട നിര. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് ആദ്യ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ജില്ലയിൽ 45% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുക. ചിലയിടങ്ങളിൽ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ കാണുന്നത്. അതേസമയം പലയിടത്തും ആദ്യ മണിക്കൂറിൽ തിരക്ക് കുറവായിരുന്നു. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് പോളിംഗിനെ കാര്യമായി ബാധിച്ചു. പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നെങ്കിലും ചിലയിടങ്ങളിൽ വോട്ടർമാർ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിൽ 17ാം വാർഡ് 1ാം ബൂത്തിൽ 5 പേർ വോട്ട് ചെയ്തതോടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. അല്പസമയത്തിനകം പ്രശ്നം പരിഹരിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 8ാം വാർഡ് പൂക്കോട് SNUP സ്കൂളിലെ 2ാം ബൂത്തിലെ മെഷീൻ രാവിലെ 7:30 തകരാറിലായി. വോട്ടിംഗ് 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പുതിയ മെഷീൻ എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 16ാം വാർഡ് 1ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. 3 പേർ വോട്ട് ചെയ്ത ശേഷം ഉണ്ടായ യന്ത്ര തകരാർ 35 മിനിറ്റിന് ശേഷം പരിഹരിച്ചാണ് വോട്ടിംഗ് തുടർന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 15ാം വാർഡിൽ 1ാം ബൂത്തിൽ മെഷീൻ തകരാർ മൂലം വോട്ടിംഗ് തുടങ്ങാൻ വൈകി. മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ 1ാം ബൂത്തിൽ യന്ത്ര തകരാർ മൂലം വോട്ടെടുപ്പ് തുടങ്ങാൻ 1.5 മണിക്കൂർ വൈകി. രാവിലെ 8:30 ഇവിടെ തകരാർ പരിഹരിച്ച് പോളിംഗ് തുടങ്ങാനായത്. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി പാരിഷ് ഹാളിൽ വോട്ടിംഗ് അല്പസമയം വൈകി. നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പാർട്ടിയുടെ ചിഹ്നം വരച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചുള്ള തർക്കമായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമായത്. പിന്നീട് വോട്ടിംഗ് പുനരാരംഭിച്ചു. കോടാലി GLP സ്കൂളിലെ 1ാം ബൂത്തിലും മെഷീൻ തകരാറിലായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എച്ചിപ്പാറ സ്കൂളിലെ വോട്ടെടുപ്പ് മെഷീൻ തകരാർ മൂലം ഇടയ്ക്കിടെ നിർത്തിവെക്കേണ്ടി വന്നു. പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ആലയങ്ങാട് ശങ്കര UP സ്കൂളിലെ 8ാം വാർഡ് 2ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പിന്നീട് പ്രശ്നം പരിഹരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി PGMM LP സ്കൂളിലെ 10ാം വാർഡ് 1ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. വെളിച്ചക്കുറവും ഇന്റർനെറ്റ് പ്രതിസന്ധിയും ചിലയിടങ്ങളിൽ ഭാഗികമായി വോട്ടെടുപ്പിനെ ബാധിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് തലൂർ സെന്റ് തെരസിറ്റാസ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ഐതിഹാസിക വിജയം UDFനുണ്ടാകുമെന്ന പ്രതീക്ഷയും ടാജറ്റ് പങ്കുവച്ചു. ഭാര്യ മാഗിയും ടാജറ്റിനൊപ്പം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നീണ്ട ക്യൂ തന്നെയാണ്. അത് രാവിലെ മുതൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. മാത്രമല്ല, ഇന്ന് സർക്കാരിൻ്റെ നടപടികൾ കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ വിശ്വാസികൾക്കേറ്റ മുറിവ്, അതൊക്കെ ഇന്ന് വോട്ടർമാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. സമൂഹം ചർച്ച ചെയ്യുന്നത് സർക്കാരിനെതിരെയുള്ള ആ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും.
ഈ തെരഞ്ഞെടുപ്പ് ഐതിഹാസികമായ വിജയം UDF-നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി. KK രാമചന്ദ്രൻ MLA പുലക്കാട്ടുകര ഹോളി ഫാമിലി UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. KK രാമചന്ദ്രൻ MLA പുലക്കാട്ടുകര ഹോളി ഫാമിലി UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ LDF മികച്ച വിജയം നേടുമെന്ന് MLA ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എൻ്റെ വോട്ട് പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിലാണ്. നന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് എനിക്ക് വോട്ട്. എൻ്റെ കുടുംബത്തിനും ഞങ്ങൾ കുടുംബസമേതം ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഒഴിച്ചെല്ലാം ജയിച്ചു വന്ന ഒരു പഞ്ചായത്താണ്. ഇത്തവണയും എല്ലാ സീറ്റിലും വിജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 8ഉം വിജയിച്ചു വരാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 5ഉം 3 UDF ആയിരുന്നു. ഇത് 3ഉം ഇത്തവണ UDF-ൻ്റെ കൈവശം ഉള്ളത് തിരിച്ചു പിടിക്കും എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 8 ഗ്രാമപഞ്ചായത്തുകളും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ LDF-ൻ്റെ ഭരണസമിതി വരും എന്നാണ് കരുതുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് അളഗപ്പ വെസ്റ്റ് 2-ാം വാർഡിലെ 6-ാം നമ്പർ 3G അംഗൻവാടിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ എന്നിവർ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,935 രൂപ, പവന് 95,480 രൂപ. കല്ലൂർ ഞെള്ളൂർ ചുണ്ടേലപ്പറമ്പിൽ നാരായണൻ ഭാര്യ ശ്യാമള അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2:30 വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി. ചിലയിടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ നീണ്ട നിര. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.